നമസ്തേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു വിജയൻ വ്ളോഗ്സ്. അപ്പോൾ നമ്മൾ ഡേ 3 വ്ളോഗിലേക്ക് കടന്നിരിക്കുകയാണ്. ഡേ 3 കാണാട്ട് മുമ്പ് ഡേ 1, ഡേ 2 പിന്നെ അതിനൊക്കെ മുന്നായിട്ട് ഒരു ഹബീബി ട്രിപ്പ് പാട്ടിച്ച് നമ്മൾ ഒരു കിഡിലൻ സാധനം ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും കാണാൻ ശ്രമിക്കുക. ഡേ 3 വ്ളോഗ് വരാനായിട്ട് കുറച്ച് വൈകി. അതിനെല്ലാവരും ഒന്ന് ക്ഷമിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറിയൊരു മടി എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ അത് മാത്രമല്ല, ഇതിപ്പോൾ വീട്ടിലിങ്ങനെ കാലിന് ചെറിയ സീൻ കിട്ടി. അപ്പോൾ വീട്ടിലിങ്ങനെ ഇരിപ്പ് തന്നെയാണ്. അപ്പോൾ പിന്നെ നമുക്ക് ഡേ 3യിലേക്ക് തന്നെ കിടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഡേ 3യിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ ഫ്യൂച്ചർ മ്യൂസിയം കാണുന്നു. ആദ്യം നമ്മൾ ഒരു ബന്ധുക്കളെ കാണുന്നു, അത് കഴിഞ്ഞിട്ട് ഫ്യൂച്ചർ മ്യൂസിയം കാണുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ജീവിതത്തിൽ ആദ്യമായിട്ട് ബുർജ് ഖലീഫ കാണാൻ പോകണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് പോയി കഴിഞ്ഞിട്ടാണ് കേട്ടോ. അതായത് ഇപ്പോഴാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അധികം വൈകണ്ട, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നലത്തെ കാര്യം പറയുകയാണെങ്കിൽ, ഇന്നലെ നമ്മൾ വിചാരിച്ചില്ല ഇത്ര അടിപൊളിയാവുന്നുള്ളത്. ഇന്നലെ വൈകുന്നേരം വരെ ഭയങ്കര ലൈനായിരുന്നു. ലൈക്ക് ഭയങ്കര ക്ഷീണം ഉറക്കമൊക്കെ ആയിരുന്നു. പരിചയക്കാരെ പോയി കണ്ടിട്ടും പിന്നെന്താ വൈകുന്നേരം. പക്ഷെ ആ മറ്റേ മോറയിൽ കയറുമ്പോൾ തൊട്ട് അവിടെ നിന്ന് അങ്ങോട്ട് രാത്രി വരെ ഫുൾ വൈബായിരുന്നു ഗൈസ്. അപ്പം മോണോറയിലും മെട്രോയിലും നമ്മൾ വ്യത്യാസം എന്ന് പറയാനായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ, എനിക്ക് തോന്നിയില്ല. മോണോറയിൽ എന്ന് പറയാനായിട്ട് നമുക്ക് ഈ മറ്റേ കിടക്കാനിരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. പക്ഷെ മെട്രോയിലും ഉണ്ട്. പക്ഷെ ഇവിടുത്തെ ഒരു സോഫ പോലത്തെ ഒരു ഫിറ്റീരിയലാണ്. പിന്നെന്ന് പറയാനായിട്ട് നമ്മുടെ മെയിനായിട്ട് പറയാനുള്ള പുറത്തത്തെ ആ ഒരു ആംബിയൻസാണ്. അതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ദുബായ് കുറേ ഭാഗങ്ങൾ കാണേണ്ടതായിട്ടുണ്ട്. ലൈക്ക് വെള്ളത്തിന് മുകളിലുള്ള ഒരു പാലത്തിൽ നിന്നാണ് നമ്മൾ ഈ മോണോറയിൽ പോകുന്നത്. അപ്പോൾ അതൊക്കെ നൈസ് ആയിരുന്നു. പിന്നെ മറ്റേ ബിൽഡിങ്, ആ ബിൽഡിങ്ങൊക്കെ ഈ മോണോറയിൽ കണ്ടപ്പോഴാണ് ശരിക്കും അത് ആസ്വദിക്കാൻ പറ്റുക. ഞാനിതൊക്കെ യൂട്യൂബിൽ വേറെ ആൾക്കാരുടെ വ്ളോഗിലൊക്കെയാണ് കണ്ടിട്ടുള്ളത് മെയിൻലി. പിന്നെ എന്ന് പറയാനായിട്ട് നമുക്ക് ഒരു പുതിയൊരു ഫ്രണ്ടിനെ കിട്ടി. ടിനി ചേച്ചി മ്യാൻമാറിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അത് നമുക്ക് പരിചയക്കാരായിരുന്നു. പരിചയക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗോമസങ്ങളുടെ മോളുടെ ലയ ചേച്ചിയുടെ കൂടെ കൊളീഗായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുമിച്ച് വർക്ക് ചെയ്ത് ഒരുമിച്ച് പഠിച്ച് ഒരു സെയിം ഗ്യാങ്ങിലുള്ളൊരു ഫ്രണ്ടായിരുന്നു. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ്ലിയാണ് അവിടെ വെച്ച് കണ്ടത്. അപ്പോൾ ആ ചേച്ചിയാണെങ്കിൽ അവിടെ വർക്ക് ചെയ്യണ്ടായിരുന്നു. ആ ചേച്ചി വന്നപ്പോഴാണ് കുറെ ചിരിച്ച് കൊണ്ടാറടങ്ങി. വൈബ് വെച്ചാൽ നല്ല വൈബ്. ലൈക്ക് ആൻഡ് ആ ചേച്ചി എന്ന് പറയാനായിട്ട് ഞങ്ങൾ കുറേ ചിരിച്ച് കളിച്ച് കഴിഞ്ഞപ്പോൾ ആ ചേച്ചിക്ക് ഭയങ്കര സന്തോഷമായി. സന്തോഷം കൊണ്ട് കരച്ചിലൊക്കെ വന്നു. ലൈക്ക് ആ ഒരു നൈറ്റ് കുറേ സ്പെൻഡ് ചെയ്ത് അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ച് വണ്ടി കയറി പോകാൻ നിൽക്കുന്ന സമയത്ത് ആ ചേച്ചി സന്തോഷം കൊണ്ട് കരയുന്നുണ്ടായിരുന്നു. അതൊക്കെ നല്ലൊരു മെമ്മറി. അങ്ങനെ സന്തോഷം കൊണ്ടായിരുന്നു കേട്ടോ, വിഷമം ആയതുകൊണ്ടല്ല, സന്തോഷം കൊണ്ടായതുകൊണ്ട് നല്ലൊരു മെമ്മറബിൾ ഡേ ആയിരുന്നു. ആ ചേച്ചിനെ ഒരിക്കലും മറക്കില്ല ഞാൻ. അപ്പോൾ എന്തെങ്കിലും ആവട്ടെ, ഇന്നത്തെ ദിവസം അടിച്ചു പൊളിക്കാം. ഓക്കെ, അപ്പോൾ ബുർജ് ഖലീഫ ഇവർ മുമ്പ് കണ്ടിട്ടുള്ളതുകൊണ്ട് ഉള്ളിലേക്ക് കയറേണ്ടവരെ ഞാൻ ഒറ്റയ്ക്കായിരിക്കും കയറുന്നുണ്ടാവാം. അപ്പോൾ അങ്ങനെ. അപ്പോൾ നമുക്ക് ഡ്രസ്സ് എഗെയിൻ ചേഞ്ച് ചെയ്ത് അടിപൊളിയായിട്ട് നമുക്ക് പോവാം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഒരുങ്ങി നമ്മൾ ഇറങ്ങി. ഇനി നമ്മൾ അൽക്കൂസിലേക്ക് പോവാണ് നമ്മുടെ അളിയനെ കാണാനായിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ദുബായിലേക്ക് പോകും. അപ്പോൾ അവിടെ എത്തിയിട്ട് അപ്പൊ പോണ യാത്രയിലാണ് ഞാൻ കണ്ടത് കേട്ടോ ഒരു സീൻ ബെൻസ് മോഡിഫൈ ചെയ്തിട്ട്. നോക്കിയതിൻ്റെ കോലം. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ചെയ്യണമെങ്കിൽ MVD പിടിച്ചെന്ന് പറഞ്ഞാൽ മതി. ഏതാ സാധനല്ലേ. അപ്പം അളിയനെ കാണാട്ട് മുമ്പ് നമുക്ക് നമ്മുടെ ലേച്ചിച്ചിയുടെ ബന്ധുക്കളെ കാണാണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ സ്ഥലത്തേക്ക് പോവാം ഗൈസ്. അപ്പോൾ നമ്മൾ ഫെസ്റ്റിവൽ സിറ്റിയിലെത്തി. അപ്പോൾ നമ്മുടെ ദുബായിലുള്ള ഫയർ വർക്സിൻ്റെ ഒരു പരിചയക്കാരുണ്ട്. അപ്പോൾ അതിൻ്റെ സംഭവമായിട്ട് നമ്മൾ വന്നതാണ്. അതാണ് കാണുന്ന ഫയർ വർക്സ് എന്ന് പറയാനായിട്ട്. ഇതൊക്കെ രാത്രി പൊട്ടിക്കും. നമ്മുടെ ആൾക്കാരെ വിട്ടതൊക്കെ രാത്രി പൊട്ടിക്കും. ഫയർ വർക്സ് ഇതാണ്, ഇത് വെച്ചാണ് പൊട്ടിക്കുക. നല്ല സ്ഥലമാണ്, ഏതാ വൈബ് സ്ഥലം. നമുക്കാണെങ്കിൽ ഇവിടെ പോലീസ് സെക്യൂരിറ്റി പ്രൊട്ടക്ഷൻ ഒക്കെ ഉണ്ട്. നമ്മളൊക്കെ ആരാ I'm first time.
Oh, no worries. Sorry. So good? Yeah. Shelves are looking over. This will be taken over there. Yeah. Okay. The helipad. Okay. So the audience will be there. So everyone will be in the upstairs of the helipad. Yeah. Oh. Inside the helipad. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞത് ഈ പടക്കങ്ങളൊക്കെ അവിടെ കൊണ്ടുപോയിട്ട് പൊട്ടിക്കാളാന്നൊക്കെ പറഞ്ഞു. ഇതിപ്പോ ആള് ഇല്ലാത്ത സ്ഥലമായിട്ട് ഇവിടെ വെച്ചിരിക്കുന്നത്. ഈ ബോട്ടൊക്കെ എടുത്തിട്ട് അവിടെ വളഞ്ഞ് അവിടെ കൊണ്ടുപോയി വെച്ച് പൊട്ടിക്കും രാത്രി. ഇതാണ് പടക്കത്തിന്റെ ആള് അല്ലേ? ഇവിടെ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചിരിക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ. വലിയ ചൂടുണ്ടായിരുന്നില്ല കാറ്റുള്ളതുകൊണ്ട്. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ അളിയൻ്റെ അടുത്തേക്ക് പോവാട്ടോ. അപ്പൊ നമ്മുടെ അളിയൻ്റെ അപ്പനെ കണ്ടു, അളിയൻ്റെ സ്ഥലത്തെത്തി. അപ്പൊ നമ്മൾ അളിയനെ കണ്ടു കഴിഞ്ഞ് തൊട്ടടുത്ത അപ്പുറത്ത് തന്നെ നമ്മുടെ KFC കയറി ഫുഡ് കഴിച്ചിട്ട് നമ്മള് മ്യൂസിയോ ബുർജ് ഖലീഫയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാണും. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം പോകുന്നത് മ്യൂസിയത്തിലേക്കാണ് കേട്ടോ, ഫ്യൂച്ചർ മ്യൂസിയം. അപ്പൊ അതായത് നമ്മള് മ്യൂസിയത്തിന്റെ അവിടെ എത്തിയിട്ടാ ഗൈസ്. ഇതാണ് നമ്മുടെ ഫ്യൂച്ചർ മ്യൂസിയം എന്ന് പറയാനായിട്ട്. ഇതിന്റെ ഉള്ളിലേക്കാണ് നമ്മൾ പോകുക. ഉള്ളിലേക്ക് പോയിട്ട് അവിടെയാണ് എൻട്രൻസ്. ഇതാണ് എൻട്രൻസ് പറയാനായിട്ട്. എന്താ രസമല്ല കാണാനായിട്ട്. അവിടെ എത്തിയപ്പോൾ നമ്മുടെ വേറൊരു പരിചയക്കാരനെ മീറ്റ് ചെയ്തു കേട്ടോ. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഒരു ക്രൗഡിൻ്റെ ഇടയിൽ ഇങ്ങനെ എത്തിച്ച് നോക്കിയപ്പോഴാണ് ഒരു റോബോ ഡോഗിനെ ഞാൻ കണ്ടത്. അതിങ്ങനെ കുറേ കാര്യങ്ങൾ ആക്ഷൻസൊക്കെ അനുസരിക്കും. ഇരിക്കാൻ പറഞ്ഞിരിക്കും, വാലാട്ട പറഞ്ഞ വാലില്ല എന്നാലും എന്തൊക്കെയോ ചാട്ടും. ഇങ്ങനെ നല്ല രസമുണ്ടായിരുന്നു അതിനെ കാണാനായിട്ട്. ടെക്നോളജിയുടെ ഒക്കെ ഒരു വളർച്ചയേ. ഇതിൻ്റെ ഉള്ളിൽ കയറി കാണാൻ അത്രമാത്രം ഒന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറാൻ ശ്രമിച്ചില്ല കേട്ടോ. നമ്മൾ നേരെ സ്ഥലം വിട്ടു. മ്യൂസിയം പുറത്ത് കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ അടുത്ത ലൊക്കേഷൻ നമ്മൾ ബുർജ് ഖലീഫ കേട്ടോ ഗായ്സ്. അപ്പം നമ്മൾ ദുബായ് മാളിലെത്തി. ദുബായ് മാളിൽ നമ്മൾ ബുർജ് ഖലീഫ കയറാൻ പോകാം കേട്ടോ. ബുർജ് ഖലീഫ നേരത്തെ പറഞ്ഞ പോലെ ഒറ്റയ്ക്കാണ് കയറുന്നത്. വീട്ടുകാരൊക്കെ ഓൾറെഡി പോയിട്ടുള്ളതുകൊണ്ട് കയറുന്നു ഞാൻ വെച്ചു. അപ്പം ഇനി ദുബായ് ബുർജ് ഖലീഫ കയറുമ്പോൾ അത് അവിടെ വെച്ച് കാണും. അപ്പം നമ്മൾ ഓൺലൈൻ ടിക്കറ്റ് കാണിച്ചു. ഇനി അത് ജസ്റ്റ് ഇപ്പോൾ പ്രിൻ്റ് എടുക്കേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, നമ്മുടെ ടിക്കറ്റ് എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പിലുള്ളതല്ല, നമ്മുടെ മിഡിൽ വരെ, ബുർജ് ഖലീഫയുടെ മിഡിൽ വരെ. ടോപ്പിലേക്ക് പോകാനായിട്ട് ഇതിലും വലിയ റേറ്റ് ആയിരിക്കും. പക്ഷെ നമുക്ക് അത്രയൊന്നും വേണ്ട, നമുക്ക് ജസ്റ്റ് ഇത്രയൊക്കെ പോരെ. ആക്ച്വലി നമ്മൾ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ഹെഡ്സെറ്റൊക്കെ വെച്ച് ഇയർബഡ്സ് വെച്ച് പോകാമെന്ന് വിചാരിച്ചത്. പക്ഷെ നമ്മൾ വണ്ടിയിൽ നിന്ന് എടുക്കാൻ മറന്നുപോയി. എന്തായാലും കുഴപ്പമില്ല, ചെറിയ ബോറടി, എന്നാലും എക്സൈറ്റ്മെൻ്റ് ഇടും നല്ലോണം. നമ്മളെ ബുർജ് ഖലീഫ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ വലിയൊരു ക്യൂവിലാണ് ഗൈസ്. ഇതിൻ്റെ എൻട്രൻസിൽ ടിക്കറ്റ് കാണിച്ച് കിടക്കണം. ഇനിയിപ്പോൾ ഈ പരിപാടിക്ക് നോക്കണം. നമുക്കൊരു ഫോട്ടോൻ്റെ ആവശ്യമില്ല കേട്ടോ. എന്നിട്ടാണ് ഹാൻഡ്സപ്പ്. അതെ, ഇതാ ഒരു കാർഡും കിട്ടിയിട്ടുണ്ട്, ഫോട്ടോൻ്റെ ആണ് കേട്ടോ. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു. ഇതാണ് നമ്മളെ ബുർജ് ഖലീഫ എന്ന് പറഞ്ഞിട്ട്. ഇത് കാണാനല്ല കേട്ടോ, നമ്മളതിൻ്റെ മുകളിലേക്ക് കയറാനാണ്. നല്ല LED പ്രൊജക്ടറാണ് കേട്ടോ. അത് സ്ക്രീനല്ല, പ്രൊജക്ടറാണ്. മുകളിൽ പ്രൊജക്ടർ കൊള്ളാം, 3D മോഡൽ.
ഇല്ല നമ്മുടെ പ്രിൻസ് ഉണ്ട്. ആവശ്യമില്ലാണ്ട് കുറെ നടക്കാനൊക്കെ ഉണ്ട്, അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കൊറേ അങ്ങോട്ട് നടന്ന് മടുക്കും. മടുക്കല് മാത്രല്ല, ചെന്നിട്ടൊരു വലിയൊരു ക്യൂ ഉണ്ട്. എൻ്റെ ഇഷ്ടാ. ഇപ്പോഴേ മടുത്ത് കേസ് നടന്നത്. പിന്നെ അതെ ഇവിടെ ഒരു ഗ്ലാസ്സിലൊന്ന് പ്രിന്റ് ചെയ്തിട്ട് വർക്ക് ഇത് പണിയുമ്പോഴുള്ള ഫോട്ടോസാണ് കേട്ടോ അതൊക്കെ. അടുത്ത ക്യൂ എൻ്റെ പൊന്നെ, ചെറിയ ക്യൂ ഒന്നുമില്ലാട്ടോ കേസ്, വലിയ ക്യൂ ആണ്. ഇന്നൊന്നും അങ്ങനെ കേസില്ലാന്ന് കൊണ്ടിട്ടാ. എനിക്കാണെങ്കിൽ ഇപ്പോൾ ഓടിച്ചോണ്ടിരിക്കുക. എൻ്റെ ഫ്രണ്ടിലും ബാക്കിലൊക്കെ ആണെങ്കിൽ ഫുള്ള് സായിപ്പും അതാണ്. എന്തായാലും ഈ സായിപ്പിൻ്റെ കുറെ കയ്യിൽ മൊത്തം ടാറ്റൂസ് ആണ് കേസ്. കൊള്ളാട്ടോ, അടിപൊളി സാധനം. നമ്മൾ വീഡിയോ അവരുടെ അടുത്ത് കാണിക്കുന്നില്ല. പിന്നെന്താ പിന്നെയും അടുത്തൊരു 3D മോഡല്. നടന്ന് ഇവിടെ എത്തി. എങ്ങനെയൊക്കെയോ കുറേ സമയം എടുത്തു കൈസ്. എനിക്കാണെങ്കിൽ ഒന്നിന് പോകണം, പക്ഷെ ഇവിടെ വാഷ്റൂം ഉണ്ട്. പക്ഷെ ക്യൂവിൻ്റെ ഇടയ്ക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ സായിപ്പ് പിന്നെ സമ്മതിച്ചൊന്നും വരില്ല, പിന്നെയും ഇവിടെ വന്ന് നിൽക്കാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒന്നും ചെയ്യാണ്ടത്. എന്തായാലും പിടിച്ചേക്കാം, ഹോൾഡ് ചെയ്യാം. സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രിൻസ് നമ്മുടെ ബുർജ് ഖലീഫയുടെ മുകളിൽ നിന്ന് പാരഷൂട്ടിൽ ചാടുന്ന വീഡിയോ ആണ് കേട്ടോ ഗൈസ്. ഇത് യൂട്യൂബിലൊക്കെ ഭയങ്കര ഫേമസ് ആണ്. നിങ്ങൾ എടുത്ത് നോക്കുക, കാണാതെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ബേസിക്കായിട്ട്. അങ്ങനെ നീണ്ട നേരം കഴിഞ്ഞിട്ട് നമ്മൾ കടന്നു കേട്ടോ. കടന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അപ്പുറത്തത് വേറെ ക്യൂ ഉണ്ട്. ഓരോന്ന് കാണാൻ പോയാൽ ആ കാണുന്നത് നമ്പേഴ്സാണ്, ഓരോ ഫ്ലോറിൻ്റെ നമ്പേഴ്സാണ്. പിന്നെ താഴെ കാണുന്നത് മീറ്റർ. 10 1 ഓക്കെ 0 ആയി. അപ്പോൾ 0 മീറ്റേഴ്സായി. നമ്മുടെ ലിഫ്റ്റ് തുറന്നു, നമുക്കിപ്പോൾ കയറാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഭയങ്കര സ്പീഡിലാണ് ഈ ലിഫ്റ്റ് പോകട്ടെ മുകളിലേക്ക്. ആൻഡ് മീറ്റർ പറയണതാണ് ഏതാണ് നമ്മുടെ ലെംബോർഗിനൊക്കെ നമ്മൾ പറഞ്ഞ് പോയില്ലേ, അതേപോലെയാണ് സംഭവം. അങ്ങനെ ഫൈനലി വി ആർ ഓൺ ടോപ്പ് ഓഫ് ദ വേൾഡ്. ലൈക്ക് നമ്മൾ ബുർജ് ഖലീഫയിൽ കയറാൻ പോകണ്ട കേസ്. ഉള്ളിൽ മൊത്തം അടിപൊളിയാണ് കേട്ടോ. ഉള്ളിൽ കയറിയപ്പോൾ ആംബിയൻസ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ആ ഒരു സ്ക്രീനിൽ ആ മൊത്തം എന്താ രസമല്ലേ. ആ സ്പീഡിൽ കയറാന്ന് വെച്ചാൽ എൻ്റെ ചെവി അടഞ്ഞിട്ടാ ഗൈസ് ലിഫ്റ്റിൽ കയറിയപ്പോൾ. അപ്പോൾ നമ്മൾ ബുർജ് ഖലീഫ ഒരു ടോപ്പ് ഭാഗത്തുണ്ട്. ഇതാട്ടെ നമ്മുടെ ബുർജ് ഖലീഫ. നമ്മൾ പുറത്താണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ ഒരു ഗ്യാപ്പ് ഞാൻ തപ്പി പിടിക്കണമെങ്കിൽ ഇനിയിപ്പോൾ സമയം എടുക്കുന്നുണ്ട്. ഭയങ്കര കാറ്റാണ് ഗൈസ്, തണുത്ത കാറ്റ്. സോ ഇതാണ് നമ്മുടെ ദുബായ് എന്ന് പറയാനുള്ളത്. രാത്രി കാണാനൊരു വൈബാണ്, ഉച്ചയ്ക്ക് കാണാനൊരു വൈബ്, പകൽ ടൈമിലും കാണാനൊരു വൈബാണ് കേട്ടോ ഗൈസ്. അപ്പോൾ കുറേ സമയം നമ്മൾ വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്കൊരു ഗ്യാപ്പ് കിട്ടിയതൊരു ഫോട്ടോ എടുക്കാനായിട്ട്. ഗ്യാപ്പിൽ നമ്മൾ ഫോട്ടോ എടുത്ത് കഴിഞ്ഞു. നല്ല തണുപ്പാണ് ഗൈസ്, നല്ല തണുപ്പ് വെച്ചാൽ ഭയങ്കര തണുപ്പാണ്. പ്രത്യേകിച്ച് ഡിസംബർ ടൈമിലായതുകൊണ്ട് തണുപ്പ് ഇപ്രാവശ്യം കുറവാന്നാണ് ശരിക്കും പറയുന്നത്. അങ്ങനെ നമ്മളെ മുകളിൽ കാണാൻ പറ്റുന്നുണ്ടാവും. ഏറ്റവും ടോപ്പിലേക്ക് പോകണമെങ്കിൽ കുറച്ച് റേറ്റ് അധികം കൊടുക്കേണ്ടി വരും ഗൈസ്. അപ്പം നമ്മുടെ സ്റ്റോറേജ് ഫുള്ളായതുകൊണ്ട് നമുക്ക് അന്നത്തെ ദിവസത്തിന് മൊത്തം എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിലെല്ലാവരും ക്ഷമിക്കുക. ആകെ 128-126 GB ഉള്ളൂ. സോ ഫോണിലാണ് എടുക്കുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തേന്ന് പറയാനായിട്ട് ഡേ 3-ത്തെ. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാം ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.